ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ തക്കവണ്ണം ഒരവസരം കിട്ടിയതിനായിട്ട് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. നമുക്ക് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം ശരിയല്ലോ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങള് ഇന്ന് ശ്രദ്ധിക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഞാൻ അവിടെ ഒന്ന് വായിക്കാം. 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും ചെയ്യണം എന്നും പ്രാർത്ഥിക്കുന്നു. പൗലോസ് അവിടെ ഒരു പ്രാർത്ഥന നടത്തുകയാണ്. സഭയെ ഓർത്ത്, സഭയിലുള്ളവരെ ഓർത്ത് ഒരു പ്രാർത്ഥന നടത്തുകയാണ്. കർത്താവിനോട് ചേർന്ന് അവര് വളരണം എന്നുള്ളതാണ് പൗലോസിന്റെ ആഗ്രഹം. ആ ആഗ്രഹം നിവർത്തിക്കാൻ വേണ്ടിയിട്ട് അവൻ പ്രാർത്ഥിക്കുകയാണ്. 14-ാം വാക്യത്തിൽ പറയുന്നത്, അത് നിമിത്തം, 14-ാം വാക്യത്തില് നമ്മൾ പറയുന്നത് അവിടെ അത് നിമിത്തം എന്ന് പറഞ്ഞാ തുടങ്ങുന്നത്. അത് നിമിത്തം അതെന്താണ്? അത് നിമിത്തം യഹൂദന്മാര് അവരുടെ ഒരു വിശ്വാസമുണ്ട്. എന്താണ്? അവര് മാത്രമാണ് ദൈവത്തിന്റെ ജനം, വേറെ ആരും ദൈവത്തിന്റെ ജനമല്ല എന്നുള്ളൊരു വിശ്വാസം യഹൂദന്മാർക്കുണ്ട്. യഹൂദന്മാർ മാത്രമാണ് ദൈവത്തിന്റെ ജനമെന്നും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് അവർ മാത്രമാണ് അവകാശികൾ. ധാരാളം വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങൾക്ക് മുഴുവൻ അവകാശി യഹൂദനാണ്, അല്ലാതെ വേറെ ആർക്കില്ല. മറ്റുള്ളവരെല്ലാം ജാതികൾ. അവര് പറയുമ്പോ, യഹൂദന്മാർ പറയുമ്പോ ബാക്കി എല്ലാവരും ജാതികള്. അവർക്ക് ഈ അവകാശമൊന്നുമില്ല. ദൈവത്തിന്റെ സ്വന്തം ജനം എന്നാണ് അവര് അവകാശപ്പെടുന്നത്. അവരത് രൂഢമായിട്ട് ഹൃദയത്തിൽ വെച്ചിരിക്കുകയാണ്. എന്നാൽ പൗലോസിന് ക്രിസ്തു യേശുവിനാൽ ഒരു മർമ്മം വെളിപ്പെട്ടു വന്നു. പൗലോസ് യഹൂദനാ. ആ യഹൂദന് ഒരു മർമ്മം വെളിപ്പെട്ടു വന്നു. എന്താണ്? 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ആ മർമ്മം. നമുക്ക് നോക്കി 5-ാം വാക്യം. ഇപ്പോൾ അവന്റെ വിശുദ്ധൻ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നില്ല. ആദ്യ സമയത്ത് അവർക്ക് വെളിപ്പെട്ടിരുന്നില്ല. അതിപ്പോ വെളിപ്പെട്ടിരിക്കുന്നു. അതെന്താണ്? 6-ാം വാക്യം. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ.
ജാതികള്. നമ്മള് യൂതന്മാരല്ല, ജാതികളാ. ജാതികളിൽ നിന്ന് വന്ന വിശ്വാസികളാണ് നമ്മള്. ആ അതോ ജാതികൾ സുവിശേഷത്താൽ, സുവിശേഷം നമ്മളെ ആ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരുന്നു. സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികള്, യേശുവിനോട് കൂടെ ചേർന്ന്, യേശു ദൈവത്തിന്റെ പുത്രനല്ലേ, അവന് സകല അവകാശം അവനുള്ളതാ. അപ്പം അവനിൽ നമ്മളെ കൂട്ടവകാശികളും പിന്നെ ഏക ശരീരസ്ഥരും. ഒരേ ശരീരമാണ്, ക്രിസ്തുവിന്റെ ശരീരവും നമ്മുടെ ശരീരവും ഒന്നാണ്. ഏക ശരീരത്തിലും ഏക ശരീരസ്ഥരും പിന്നെ വാഗ്ദത്തങ്ങളിൽ പങ്കാളികളുമാകണം എന്നുള്ളത് തന്നെ. കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം, ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തത്തിന് മുഴുവനും നമ്മളും പങ്കാളികളാണ്. അത് പൗലോസിന് കിട്ടിയ ഒരു വലിയ വെളിപ്പാട്. ഇല്ലെങ്കിൽ നമ്മളെ ആരെ ആ ഭാഗത്തോട്ട് ചേർക്കത്തില്ലായിരുന്നു. പൗലോസിന് ആ ഒരു വെളിപ്പാട് കിട്ടിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുകയില്ലായിരുന്നു. അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആ മർമ്മം ഇപ്പോൾ അവന്റെ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. എഫേസ്യർ 3:16 മുതൽ 19 വരെയാ. എഫേസ്യർ 3:16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളില് അവിടെ വായിക്കുന്നത്, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾക്ക് അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസോട് ഒരു പ്രാർത്ഥന നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണ്. എന്താണ്? ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. നമ്മളുടെ ഹൃദയങ്ങളിൽ യേശു ക്രിസ്തു വസിക്കണം. അവിശ്വാസത്താൽ വസിക്കേണ്ടതിന് വരം നൽകണം. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി. അപ്പോ അവിടെ നമ്മളോട് പറയുന്നത്, അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. യേശുക്രിസ്തുവിന്റെ ആത്മാവിനാൽ നമ്മള് നമ്മുടെ അകത്തെ മനുഷ്യൻ, ഇന്നർ മാൻ, നമ്മുടെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആ മനുഷ്യൻ, പുറത്തെ മനുഷ്യൻ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ടതാ. ഈ അകത്തെ മനുഷ്യൻ, നമ്മളെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ ശക്തിയോടെ ബലപ്പെടണം. 2, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. അതിനുള്ള വരം നമുക്ക് നൽകണം എന്നും നിങ്ങൾ വിശ്വാസത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായിട്ട് ആ സ്നേഹത്തിന്റെ വീതിയും നീളവും ആഴവും ഉയരവും എന്തെന്ന് നമുക്ക് ഒറ്റയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധന്മാർ തമ്മിൽ ആ ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ വിശുദ്ധന്മാർ ഓരോരുത്തരും അവരുടെ ഭവനത്തിൽ ഇരിക്കുകയാണെങ്കിൽ കൂട്ടായ്മ വരുമോ? അതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഒന്നിച്ചു വന്നിരിക്കുന്നത്.
ഏ ആ, നിങ്ങളുടെ സ്നേഹത്തിൽ വേരൂന്നി നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ആ സ്നേഹത്തിന്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടതിന് നമ്മൾ ഇവിടെ കൂടി വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ കൂടിവരവിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾ ഭവനത്തിൽ ഇരുന്ന് അങ്ങ് കേട്ടാ മതിയല്ലോ, ഇപ്പം ഓൺലൈനിൽ കേൾക്കാം, മനസ്സിലാക്കാം, അതിനൊരു പരിധിയുണ്ട്. പക്ഷേ ഈ കൂട്ടായ്മ അതെവിടുന്നുണ്ടാകും? അത് ഈ സഭയിൽ കൂടെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഒന്നിച്ചു വരണം എന്ന് പറയുന്നത്. വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും നമുക്ക് എന്ത് കിട്ടണം? പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. നമ്മുടെ പരിജ്ഞാനത്തിൽ ഒതുങ്ങുന്ന കാര്യമല്ല, അതിനപ്പുറത്തുള്ള ഒരു കാര്യമാണ്. ആ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നമുക്ക് അറിയാന് പ്രാപ്തരായി തീരണം. അങ്ങനെ നമ്മൾ പ്രാപ്തരായാൽ നമ്മൾ ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരും. അപ്പൊ കൂട്ടായ്മയ്ക്ക് ഭയങ്കരമായ പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ടാണ് സഭായോഗങ്ങളെ അലസമാക്കി കളയരുത് എന്ന് പറയുന്നത്. സഭായോഗങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. അത് അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകണം. ഇല്ലെങ്കിൽ ആ കൂട്ടായ്മയിൽ വരുന്നില്ല, ദൈവത്തെ നമുക്ക് അറിയാനായിട്ട് പറ്റാതെ വരും. ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി നാം അറിയാതെ പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ നമ്മുടെ ഈ ഇന്നത്തെ എഫേസ്യർ 3:5 ഇപ്പോൾ ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. അതെന്താണ് ആ മർമ്മം? 6-ാം വാക്യം. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം എന്നുള്ളത് തന്നെ. നമ്മള് ജാതികളായിരുന്നു. ആ ജാതികള് സുവിശേഷം അനുസരിച്ച് അവർ യേശുവിൽ കൂട്ടവകാശികളും. യേശുവിന് അവകാശമുണ്ട്, പിതാവാം ദൈവത്തിന്റെ അവകാശമുണ്ട്. അതേപോലെ ഒരു കൂട്ടവകാശികളായി യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ഒരു കൂട്ടവകാശം ലഭിക്കുകയാണ് പിതാവാം ദൈവത്തിലെ കൂട്ടവകാശികളും. പിന്നെ സംഭവിക്കുന്നത് ഒരേ ശരീരമായി തീരുന്നു, ഏക ശരീരസ്ഥരും. പലരാ ഇവിടെ ഇരിക്കുന്നേ, പക്ഷെ ഇവിടെ പറയുന്നേ ഏക ശരീരം. സഭ ഒരു ശരീരമാണ്, ഏക ശരീരസ്ഥരും. പിന്നെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ പങ്കാളികളും. അപ്പൊ ആ വാഗ്ദത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളതാണ് ഇത്. ആ സുവിശേഷമാണ് പൗലോസ് പറയാൻ ഘോഷിച്ചുകൊണ്ടിരുന്നത്. ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. സുവിശേഷത്തിന്റെ ശുശ്രൂഷക്കാരനായത് പൗലോസ് പറയുന്നത് ഇത് കാരണമാണ്, ഈ കൂട്ടായ്മ കാരണമാണ്. അവൻ പറയുന്നത് 8-ാം വാക്യം, സകല വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയനായ എനിക്ക്. പൗലോസ് അവകാശപ്പെടുന്നത് നോക്കിയോ? പൗലോസിന്റെ അത്രയും വെളിപ്പാട് കിട്ടിയ വേറെ ആരും വലിയ ഉണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷെ ഇവിടെ പൗലോസ് പറയുന്നത് എന്തുവാ? അതാണ് അവന്റെ ആ നേച്ചർ, സ്വഭാവം. സകല ഏ 8-ാം വാക്യം,
സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവൻ. പൗലോസ് പറയുന്നത്, നമ്മൾ പറയാണല്ലോ അവൻ സകല വിശുദ്ധന്മാരിലും ഏറ്റവും വലിയവൻ എന്താ ഞാൻ പറയത്തുള്ളൂ. പക്ഷെ അവൻ പറയുന്നത് എന്താ? അവൻ അവകാശപ്പെടുന്നത് എന്താ? അവന്റെ ആ ചെറുമ കേട്ടോ. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനായി ഈ കൃപ ലഭിച്ചിരിക്കുന്നു. അവന് കൃപ ലഭിച്ചിരിക്കുന്നു. പൗലോസിൽ കൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നത്. വേറെ ആരിൽ നിന്നും അത്രയും വെളിയിൽ വന്നില്ല. പത്രോസിൽ കൂടെ നമുക്ക് കുറെ കിട്ടി, എന്നാ പൗലോസിൽ കൂടെ നമുക്ക് ലഭിച്ചതുപോലെ വേറെ ആരിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം, സഭയ്ക്കുള്ള പ്രാധാന്യം അതാണ്, വളരെ പ്രാധാന്യമുണ്ട്. സഭ മുഖാന്തരം അറിയായി വന്നു. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും. ഈ കർത്താവിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഒരിക്കലും നമ്മൾ അധൈര്യപ്പെടേണ്ട കാര്യമില്ല. ഈ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നു. പല കാര്യങ്ങൾ കേട്ട് നമ്മൾ അധൈര്യപ്പെടുന്ന കൂട്ടത്തിലാണ് മനുഷ്യര്. പെട്ടെന്നാണ് ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ചിന്ത അങ്ങോട്ട് വരത്തില്ല, പിന്നെ ചിന്തിക്കത്തുള്ളൂ, കർത്താവ് നമുക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, കർത്താവ് നമുക്ക് ഇങ്ങനെ ചെയ്യാന്ന് ചെയ്തിട്ടുണ്ടല്ലോ. അത് തന്നെയല്ല, നമ്മൾ കർത്താവിന്റെ കാര്യം അന്ന് ഓർക്കും. അപ്പോഴേ അന്ന് എന്നെ രക്ഷിച്ചല്ലോ, ഞാൻ വിഷമിച്ചു പോകേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളത് പെട്ടെന്ന് ഓർക്കത്തില്ല. പക്ഷേ നമ്മള് ആ ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപേക്ഷിക്കുന്നു. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിലും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം, കർത്താവിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ ഇന്നർമാൻ ആണ് നമ്മളെ ശക്തരാക്കുന്നത്, ക്രിസ്തുവിൽ ശക്തരാക്കുന്നത്. ആ ഇന്നർമാൻ, ആ അകത്തെ മനുഷ്യന് അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും അവന്റെ പ്രാർത്ഥനയാണ്. അവൻ പറയുന്ന ഒന്നാമത് അവൻ പ്രാർത്ഥിച്ചത് അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഒന്ന്. രണ്ട്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. യേശു ക്രിസ്തു വിശ്വാസത്താൽ നമ്മൾ ഹൃദയങ്ങളിൽ വസിക്കണം. ഒന്നാമത്തേത് എന്താണ്? ഒന്നാമത്തേത് ആത്മാവിനാൽ അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ ശക്തിയോടെ ബലപ്പെടണം. രണ്ടാമത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. നമ്മൾ ബലപ്പെടണം, നമ്മൾ വസിക്കണം. പിന്നെന്താണ്? മൂന്ന്, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി
അടിസ്ഥാനപ്പെട്ടവരും വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കണം. നമ്മള് സ്നേഹത്തിൽ വേരൂന്നണം. ആ വേരൂന്നുന്നത് ഒരടിസ്ഥാനം ഇടുന്നതിന് തുല്യമാകണം. ആ അടിസ്ഥാനത്തിൽ വീതിയും നീളവും ഉയരവും ആഴവും എന്താണെന്നുള്ളത് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കണം. അപ്പൊ സകല വിശുദ്ധന്മാരോടും കൂടെ ചേർന്നേ നമുക്ക് യേശുക്രിസ്തുവിന്റെ സ്നേഹം പൂർണ്ണമായിട്ട് മനസ്സിലാകുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ തമ്മിൽ കൂട്ടായ്മ ഇത്രയധികം ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്. പിന്നെ അവൻ പറയുന്നത് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ നമ്മൾ അറിയണം. നമ്മുടെ ജ്ഞാനത്തിലല്ല, നമ്മുടെ പരിജ്ഞാനത്തിൽ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമ്മൾ അറിയണം. അങ്ങനെ അറിയുന്ന അതിന് നമ്മൾ പ്രാപ്തരായിത്തീരണം. അഞ്ചാമത്തേത് ദൈവത്തിന്റെ എല്ലാ നിറവോളം നമ്മൾ നിറഞ്ഞു വരണം. ദൈവത്തിന്റെ എല്ലാ നിറവോളം നമ്മൾ നിറഞ്ഞു വരണം. ഇതാണ് പൗലോസ് അവിടെ നമ്മളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നത്. പൗലോസ് നമുക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പുതിയ വർഷത്തില് ഈ പ്രാർത്ഥന നമുക്ക് ബാധകമാണോ? പുതിയ വർഷത്തില് ഈ പ്രാർത്ഥന നമുക്കും ബാധകം ആണ്. അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാം. നമുക്ക് നോക്കി 16-ാം വാക്യത്തിൽ നമ്മൾ എന്തുവാ വായിച്ചത്? അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം തന്റെ ആത്മാവിനാൽ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അതാണ് നമ്മൾ അവന്റെ പ്രാർത്ഥന, നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. 17-ാം വാക്യത്തിലോ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കണം. 18-ാം വാക്യത്തില് അവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി തീരണം. സ്നേഹത്തിൽ വേരൂന്നി ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടവരായി തീരണം. അടിസ്ഥാനപ്പെട്ടവരായി തീരണം. ആ അടിസ്ഥാനപ്പെട്ടവരാകുമ്പോ നിങ്ങൾക്ക് എന്താണ്? ആ അടിസ്ഥാനത്തിന്റെ, അതായത് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും എന്തെന്ന് നമ്മൾ ഗ്രഹിക്കും. അപ്പോഴേ നമ്മൾ അത് ഗ്രഹിക്കത്തുള്ളൂ. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കർത്താവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. നമ്മൾ സ്നേഹിക്കുക എന്ന് പറയാൻ ആ സ്നേഹത്തിൽ നിന്ന് വളരെയധികം മുന്നോട്ട് പോയുള്ളൊരു സ്നേഹമാണ് ഈ തന്നിരിക്കുന്നത്. ഗ്രഹിപ്പാനും അത് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയണം. നമ്മുടെ ജ്ഞാനം കൊണ്ട് അറിയാം, ജ്ഞാനം കൊണ്ട് കുറെ അറിയും. പക്ഷെ പരിജ്ഞാനം കൊണ്ട് കൂടുതൽ അറിയാനൊക്കത്തുള്ളൂ. അവിടെ പറയുന്നത് പരിജ്ഞാനം കൊണ്ടുമല്ല, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. നമ്മുടെ പരിജ്ഞാനത്തിനും അടക്കി വെക്കാനൊക്കാത്ത ക്രിസ്തുവിന്റെ സ്നേഹം. അങ്ങനെ നമ്മൾ പ്രാപ്തരായി എന്തുവരും? ദൈവത്തിന്റെ നിറവോളം, പൂർണ്ണതയോളം, ദൈവത്തിന്റെ നിറവോളം നമ്മൾ നിറഞ്ഞു വരണം എന്നാണ് പൗലോസ് നമ്മളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നത്. പൗലോസിന്റെ പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥനയും സബ്ജക്റ്റ് എന്തായിരിക്കും? ഏതെങ്കിലും രീതിയിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ ഒക്കുമോ? പൗലോസിന്റെ പ്രാർത്ഥനയെ നമ്മുടെ പ്രാർത്ഥനയും കൂടെ ഒന്ന് താരതമ്യം ചെയ്യാൻ പറ്റുമോ? ദൈവമേ,
അവിടുന്ന് തന്നെ സഹായിച്ചാട്ട് കർത്താവ് നമ്മളിൽ ഒത്തിരി പ്രവൃത്തി ചെയ്താലേ നമുക്ക് ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വളരാനായിട്ട് കഴിയത്തുള്ളൂ. അത് വളരാൻ നമ്മൾ ഉത്സാഹിക്കണം. നമുക്ക് ഉത്സാഹിക്കാം. നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചാല്, ദൈവത്തിന്റെ മഹത്വത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ഈ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. എന്താണ്? ദൈവത്തിന്റെ മഹത്വത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നമ്മുടെ അകത്തെ ഇന്നർമാൻ, അകത്തെ മനുഷ്യൻ, ക്രിസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ മനുഷ്യൻ, അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. 2, വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിൽ സ്വന്തം ഭവനത്തിൽ എന്നവണ്ണം ദൈവം വസിക്കാൻ, ക്രിസ്തു വസിക്കാൻ ഇടയായിത്തീരണം. നമ്മള് വിശ്വാസത്താൽ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. എങ്ങനെ? സ്വന്തം ഭവനത്തിൽ അവൻ വസിക്കുന്നു എന്ന് തോന്നത്തക്കവണ്ണം. അപ്പോ നമ്മുടെ ഹൃദയം അത്ര വിശാലമാക്കി നമ്മൾ കർത്താവിന് കൊടുക്കണം. ഇവിടെ ആരെങ്കിലും ഒരു അതിഥി വന്നാല് അവർക്ക് എത്രമാത്രം നമ്മൾ ഓപ്പൺ ആണോ അത്രയും മാത്രമേ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടത്തുള്ളൂ. ക്രിസ്തു ഇവിടെ വരിക, ഇവിടെ വന്നാല് ഞാൻ എല്ലാം അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ കർത്താവിന് അവിടെ ഒന്നും ചെയ്യാനൊക്കെ ഇല്ല. അതുപോലെ നമ്മൾ തുറന്നു കൊടുക്കണം. 3, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ആ സ്നേഹത്തിന്റെ വീതി, നീളം, ഉയരം, ആഴം എന്തെന്ന് ഗ്രഹിക്കണം. ഗ്രഹിക്കുന്നതിന് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സാധിക്കത്തില്ല. സകല വിശുദ്ധന്മാരോടും കൂടെയുള്ള കൂട്ടായ്മയെ കൂടെ മാത്രമേ നമ്മൾ സ്നേഹത്തിന്റെ വലിപ്പം കണ്ടെത്താൻ ഒക്കുകയുള്ളൂ. സ്നേഹത്തിന്റെ വലിപ്പം നമ്മൾ പറയും നമ്മളെല്ലാം സ്നേഹിക്കുന്നവരാ. ചോദിച്ചോ, ശരിയാ, നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ പോലെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? ആ ഒരു സ്നേഹത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമ്മൾ അറിയണം. അത് ഒരു പ്രത്യേകമായിട്ട് നമ്മൾ പഠിച്ചാല് ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരണം. ദൈവം അവിടെ സകലവും കർത്താവിലാണ് നിറഞ്ഞിരിക്കുന്നത്, ദൈവത്തിലാണ് നിറഞ്ഞിരിക്കുന്നത്. ആ നിറവോളം നമ്മൾ നിറഞ്ഞു വരണം. നമ്മുടെ കോളിംഗ്, നമ്മുടെ വിളി വളരെ വലിയതാണ്, ചെറുതല്ല. ഈ വലിയ വിളിക്ക് യോഗ്യമായ രീതിയിൽ നമുക്ക് ജീവിക്കണം. പൗലോസ് വേറൊരു പ്രാർത്ഥന കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലുണ്ട്. നമുക്ക് അവിടെ കൂടെ ഒന്ന് നോക്കാം. കൊലോസ്യർ കൊലോസ്യർ 1-ാം അധ്യായം 10 മുതൽ അല്ലേ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളെ. കൊലോസ്യർ 1-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരയണം എന്നും. അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നമ്മൾ നിറഞ്ഞു വരയണം എന്നും. സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരേണം എന്നും. വീണ്ടും, സകല സഹിഷ്ണുതയ്ക്കും
ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം എന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. ഇത്രയും ആയിത്തീരണതാണ്. അവൻ നമുക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രാർത്ഥിച്ചാൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും, നമ്മൾ ചോദിക്കുന്നതിലും, കർത്താവിനോട് ചോദിക്കുന്നതിലും, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം നനയ്ക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ, അതിൽ അപ്പുറമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനാണ് പിതാവായ ദൈവം. നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യാൻ കഴിവുള്ളവനാണ് നമ്മുടെ പിതാവായ ഈ ദൈവം. ആ പിതാവായ ദൈവത്തിനെ അവിടത്തേക്ക് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും എല്ലാ തലമുറയിലും മഹത്വം ഉണ്ടായിരിക്കട്ടെ എന്നാണ് പൗലോസ് അവിടെ പ്രാർത്ഥിച്ച് നിർത്തുന്നത്. നമ്മുടെയും പ്രാർത്ഥന ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഈ വിശാല അടിസ്ഥാനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നെങ്കിൽ നമ്മുടെ കൂടെയുള്ളവര്, സഹോദരി സഹോദരന്മാര്, ബന്ധുമിത്രാദികള്, ദൈവത്തെ അറിയാത്തവര്, അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരുമാണ്. അങ്ങനെ എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിച്ച് കർത്താവിന്റെ സ്നേഹത്തിൽ അവരെ കൊണ്ടുവന്ന് നമുക്ക് ഒരു നല്ല ജീവിതം, കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നയിക്കാനായിട്ട് ഇടയായിത്തീരട്ടെ.